തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നവംബർ 27 ഈ പുതിയ ദിവസത്തെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഒപ്പം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം, നാളെ 28 നാളെ മുതൽ 3 ദിവസം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഇരിട്ടി സെന്റ് ജോസഫ് പള്ളിയിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൃത്യം 2:30 ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ കുരിശിന്റെ വഴി ആരംഭിക്കും. 3:15 വിശുദ്ധ കുർബാന, തുടർന്ന് വചനപ്രഘോഷണത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെ മുഴുവനും, നിങ്ങൾ എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെയും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മൾ ഒന്നിച്ച് വിടുതൽ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നു. 5:30 സമാപിക്കും. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും പ്രിയപ്പെട്ടവരെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഒന്നിച്ചു വരാം. 2:30 ആരംഭിക്കും, 5:30 സമാപിക്കും. 3 ദിവസം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട വൈദികരോടും സിസ്റ്റേഴ്സിനോടും നമ്മുടെ പ്രിയപ്പെട്ട സക്രിയാസ് മിഷൻ ടീമിലെ എല്ലാ ടീം അംഗങ്ങളോടും ചേർന്ന് നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മരണം വഴി വേർപെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നവംബർ മാസത്തിന്റെ ഈ അവസാന ദിനങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും വലിയ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ ദിവസം ഈശോ നമ്മളോട് സംസാരിക്കുന്ന വചനം ഇതാണ്. പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 2-ാം വാക്യം. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നു. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ട ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പൊ ചിന്തകൾക്ക് ഒരു ചാട്ട വേണം എന്ന് പറഞ്ഞാൽ ചിന്തകളെ യഥാർത്ഥ വഴിക്ക് നയിക്കണം. ചിന്തകൾ പോകേണ്ട വഴിയല്ല പോകുന്നത്, വഴിമാറിപ്പോയാൽ പ്രശ്നങ്ങളായി ജീവിതത്തിൽ. അതേപോലെ തന്നെ വികാരങ്ങൾക്ക് വിവേകം കൊണ്ട് നിയന്ത്രണം ഉണ്ടാകണം. ജീവിതത്തിൽ വിവേകം ഉണ്ടാകുമ്പോഴാണ് വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വികാരങ്ങൾ. വികാരങ്ങളാണ് മനുഷ്യന് മനുഷ്യത്വം നൽകുന്നത്. വികാരങ്ങളില്ലാതായാൽ മനുഷ്യന്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വികാരങ്ങൾ മനുഷ്യത്വത്തിന്റെ സവിശേഷ ഗുണങ്ങളാണ്. നിർവികാരത വന്നാൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകും. ജീവിതത്തിന്റെ ചലനാത്മകത എന്ന് പറയുന്നത് വികാരങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എല്ലാ വികാരങ്ങളും നല്ലതാണോ? ഇപ്പൊ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സന്തോഷം, ദുഃഖം, ഭയം, ദേഷ്യം, നാണം, അതുപോലെ ലൈംഗിക വികാരങ്ങൾ. ഇപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വളരെ പ്രത്യക്ഷമായിട്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള വികാരങ്ങളാണ് ഇവയൊക്കെ. ഈ വികാരങ്ങളെല്ലാം നല്ലതാണോ? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വികാരങ്ങളെ എടുത്തു നോക്കുമ്പോൾ സന്തോഷം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറയും ആ സന്തോഷം നല്ലതാണ്. ദുഃഖമോ? അയ്യോ, ദുഃഖം മോശമായ വികാരമാണ്. പേടി ഒട്ടും വേണ്ട, അത് വേണ്ടാത്ത വികാരമാണ്. നാണവും വേണ്ട എന്നൊക്കെ ചിലവ് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എല്ലാ വികാരങ്ങളും മനുഷ്യന് ആവശ്യമല്ലേ? സന്തോഷം വേണം, അതേപോലെ തന്നെ ദുഃഖവും വേണം. ഇപ്പൊ നമ്മൾ സന്തോഷത്തിന്റെ കാര്യം തന്നെ എടുത്താലും എപ്പോഴും സന്തോഷമാണെങ്കിലോ, എപ്പോഴും സന്തോഷം, ശരിക്കും പറഞ്ഞാൽ സന്തോഷം അതിര് കടന്നാൽ അത് അപകടമാവുമെന്ന് നമുക്കറിയാം. നമ്മുടെ സന്തോഷങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സന്തോഷം അതിര് കടന്നു കഴിഞ്ഞാൽ അത് അബ്നോർമലാകും, അല്ലേ? സന്തോഷിക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് സന്തോഷത്തെ നിയന്ത്രിക്കണ്ടേ? അതുപോലെ ദുഃഖമോ? ദുഃഖം നമ്മൾ പറയും അത് മോശമായ വികാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം നമ്മുടെ ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലോ ഒക്കെ എന്തെങ്കിലും ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം വരണ്ടേ? ദുഃഖം വന്നില്ലേ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കാൻ നമുക്ക് പറ്റുമോ? അപ്പോഴും നമ്മൾ സന്തോഷത്തോടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് അവരുടെ വേദന മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? അപ്പൊ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാനും അതിൽ സഹതപിക്കാനും എല്ലാം ഉള്ള കഴിവ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ദുഃഖം എന്ന വികാരം നമുക്കുള്ളത് കൊണ്ടാണ്. അത് സമയാസമയങ്ങളിൽ വേണ്ടതുപോലെ വേണം. അത് ഓവറായാൽ എപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ അത് അബ്നോർമലാകും. ഇതുപോലെ തന്നെയാണ് പേടി വേണ്ടാത്ത വികാരമാണോ? നമുക്ക് എന്തൊരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാമ്പ് ഇങ്ങനെ കയറി വരുന്നത് നമ്മൾ കാണുകയാണ്. പേടി വേണ്ടേ?
ഒരു പേടി വേണം. എന്നാലേ എന്ത് സംഭവിക്കുള്ളൂ, ആ പേടിയിൽ നിന്നും ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അയ്യോ പാമ്പ്, പെട്ടെന്ന് ധൈര്യം സംഭരിച്ച് നമ്മൾ അതിനെ ഓടിക്കാൻ അല്ലെ വകവരുത്താനായിട്ടുള്ള കഴിവ് നമുക്ക് കിട്ടും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്താണെങ്കിൽ അവർക്ക് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ചെറിയൊരു പേടി വേണം. ഒട്ടും പേടി ഇല്ലാതായി കഴിഞ്ഞാൽ നിഷ്ക്രിയരായിട്ടിരിക്കും, നിസ്സംഗരായിട്ടിരിക്കും. ഒരു പേടി അതിനാൽ തന്നെ നമ്മളിൽ ഒരു എക്സ്ട്രാ എനർജിയെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒരു വികാരമാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അപ്പൊ അത്യാഹിതങ്ങൾ നമ്മുടെ ജീവിതം നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആ ഒരു പേടി, ഭയം നമ്മളിൽ നിന്ന് വരുമ്പം ഒരു എക്സ്ട്രാ എനർജി നമുക്കുണ്ടാവുകയും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് പല രീതിയിലും മാനസികമായും ശാരീരികമായും അതിനുള്ള കരുത്ത് നേടാനായിട്ട് ഭയം എന്ന വികാരം നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ദേഷ്യം, പലരും പറയും അയ്യോ ദേഷ്യം വേണ്ട, ഈ ദേഷ്യപ്പെടുന്നവര് ഭയങ്കര പ്രശ്നമാണ് എന്ന് നമ്മൾ പറയും. പക്ഷെ ദേഷ്യം വേണ്ടേ? ദേഷ്യം ഒരു നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കാണുകയാണ്, ഒരു തിന്മ കാണുകയാണ്. അതിനോട് നമുക്ക് പ്രതികരിക്കാനും അതിനെ മറ്റുള്ളവരെ തിരുത്താനും ഒക്കെ സാധിക്കണമെങ്കിൽ ദേഷ്യം വേണം. ഇപ്പൊ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകന്റെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി കുഴപ്പിക്കൊണ്ടിരിക്കുന്ന കണ്ടാൽ തീർച്ചയായിട്ടും അധ്യാപകൻ എന്ത് വേണം? ദേഷ്യം വേണം. ഇല്ലെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതെ അധ്യാപകൻ ക്ലാസ് എടുക്കുവാൻ ആ കുട്ടി ഒരിക്കലും നന്നാമത്തില്ല. മക്കൾ മാതാപിതാക്കളുടെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾക്ക് എന്ത് വരണം? ദേഷ്യം എന്ന വികാരം വരണം. ആ ദേഷ്യം ഉപയോഗിച്ച് അവരെ തിരുത്താനും അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കും. എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കണം എന്നല്ല. ദേഷ്യം ഓവറായാൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് അബ്നോർമലാണ്. അപ്പൊ ദേഷ്യവും ആവശ്യമാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ. അപ്പൊ കോപിക്കുന്നത് തെറ്റല്ല. നമ്മൾ ഒരു പെൺകുട്ടി ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പുറകിൽ നിന്നൊരു മനുഷ്യൻ മോശമായിട്ട് ഇടപെടുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് എന്ത് വരണം? ഉള്ളില് ദേഷ്യം വരണം. കാരണം അരുതാത്തതാണ് ചെയ്യുന്നത്. അരുതാത്തത് ചെയ്യുന്ന കാണുമ്പോൾ ദേഷ്യം വരണം. അന്നേരം ദേഷ്യമൊന്നുമില്ല, നിസ്സംഗതയോടുകൂടെ നിൽക്കുകയാണെങ്കിൽ മോശമായ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പൊ അതിനോട് ആ തിന്മയോട് പ്രതികരിക്കാൻ പറ്റണമെങ്കിൽ പ്രതികരിക്കാനുള്ള ഒരു എനർജി ഈ ദേഷ്യം എന്ന വികാരത്തിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ തിന്മയോട് പ്രതികരിക്കാനും തെറ്റുകൾ തിരുത്താനും എല്ലാം സഹായകമായ ഒരു വികാരമാണ് ദേഷ്യം എന്ന് പറയുന്നത്. പക്ഷെ ആ ദേഷ്യത്തെ എന്ത് ചെയ്യണം? നമ്മൾ പ്രഭാഷകൻ 23:2 നമ്മൾ കേട്ടതുപോലെ വികാരങ്ങളെ വിവേകം കൊണ്ട് നിയന്ത്രിച്ച് പരിഭാഗപ്പെടുത്തി ഉപയോഗിക്കണം. അല്ലാതെ അത് പൊട്ടിത്തെറിക്കാനും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാനും ആക്രമിക്കാനും വേദനിപ്പിക്കാനും വേണ്ടിയിട്ടല്ല അത്. മറിച്ച് തിന്മയായിട്ടുള്ളത് അതിന്റെ ഗൗരവം മനസ്സിലാകുന്ന രീതിയിൽ പ്രതികരിക്കാനായിട്ട് ദേഷ്യം എന്ന വികാരം വേണം. ദേഷ്യം നല്ലതാണ്. അതുകൊണ്ടാണ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കോപിക്കാം, പക്ഷെ സൂര്യാസ്തമിക്കുന്നത് വരെ നീണ്ടുപോകരുത്. അതിനെ വിവേകം കൊണ്ട് നിയന്ത്രിക്കണം. അതുപോലെ തന്നെ നാണം എന്ന വികാരം, നാണം വേണം. നാണം കെട്ടവർ എന്നൊക്കെ വിളിക്കുന്ന കേൾക്കാൻ മേലെ. നാണം കെട്ടുപോകരുത്, നാണം ഇല്ലാതാകാൻ പാടില്ല. നാണം ആവശ്യത്തിന് വേണം. ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ നാണം കെട്ടുപോവുകയാണ്. കീറി പറഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുക, ഒരു നാണവുമില്ല. ശരീരത്തെ വേണ്ട രീതിയിൽ മറയ്ക്കാതെ നടക്കുന്നതിൽ ഒരു നാണവും തോന്നുന്നില്ല ഇന്ന് പലർക്കും. അതുപോലെ ഏത് വൃത്തികേടുകൾ വിളിച്ചു പറയാനും എന്ത് മോശമായ പ്രവൃത്തികൾ ചെയ്യാനും അതെല്ലാം ഈ ജീവിതത്തിന്റെ സാധാരണ എന്ന നിലയിൽ ഇപ്പം അധികാരികളുടെ ഭാഗത്തു നിന്നാണ് ഏത് കള്ളത്തരവും അഴിമതിയും കാണിക്കാനും ഒരു നാമവും ഇല്ലാത്ത അവസ്ഥ. സാധാരണക്കാരുടെ ഇടയിലാണെങ്കിലും മോശമായ കാര്യങ്ങൾ പറയാൻ ഒരു ജാള്യത നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, നാണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമകളിലൊക്കെ എടുത്തു നോക്കുകയാണ്, പണ്ടൊക്കെ അശുദ്ധമായ വാക്കുകളൊന്നും പരസ്യമായി പറയാൻ ആരും അത് മാന്യതയുടെ ലക്ഷണമായിരുന്നില്ല, നാണിക്കുമായിരുന്നു അങ്ങനെ പറയാനായിട്ട്. സിനിമകളിലൊക്കെ പല സിനിമകളിൽ നിന്ന് വൃത്തികേടുകൾ തെറി ഒക്കെ വിളിച്ചു പറയുന്നതും അതുപോലെ മോശമായ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതും പരസ്യമായി കാണിക്കാൻ കൊള്ളത്തില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നും ഒരു നാണവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാണം മാന്യമായ ജീവിതത്തിന് ആവശ്യമാണ്. എന്നാൽ നാണം അധികമാകാതെ, നാണം കുണുങ്ങിയാകാതെ നാണത്തെ നിയന്ത്രിക്കേണ്ടത്, വിവേകം കൊണ്ട് നിയന്ത്രിക്കേണ്ടതും ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ലൈംഗികമായ വികാരങ്ങളും. ലൈംഗികത, സെക്സ് ദൈവത്തിന്റെ ദാനമാണ്. ആ ദൈവം തന്ന ആ കഴിവും വികാരങ്ങളും ഉള്ളതുകൊണ്ടാണ് മനുഷ്യവംശം നിലനിൽക്കുന്നത് ഈ ഭൂമിയിൽ. ദൈവം തന്ന ഏറ്റവും ശ്രേഷ്ഠമായ കഴിവാണ് മനുഷ്യന് ലൈംഗികത. അത് പരിശുദ്ധിയോടെ വിവേകത്തോടെ ഉപയോഗിക്കേണ്ടതാണ്. ആ വികാരം ഉണ്ടെന്ന് കരുതി
അതിനെ എപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ അത് തിന്മയ്ക്ക് കാരണമായി തീരും. അതിനെയും വിവേകത്താൽ നിയന്ത്രിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പക്വതയുള്ള ഒരു മനുഷ്യൻ ആയി നമ്മൾ മാറും, പക്വതയുള്ളവരായി നമ്മൾ മാറും. അതുകൊണ്ടാണ് പ്രഭാഷകൻ 23:2 വ്യക്തമായി പറയുന്നത്, എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ വികാരങ്ങളും നല്ലതാണ്, ദൈവം തന്നതാണ്, മനുഷ്യത്വം അതിലാണ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ അത് കൂടുതലായാൽ, അധികമായാൽ അമൃതം വിഷം. നമുക്കറിയാം, കൊളസ്ട്രോൾ മനുഷ്യന് വേണം, അത് കൂടുതലായാലും താന്നു പോയാലും കുഴപ്പമാണല്ലോ. ഷുഗർ മനുഷ്യന് വേണം ശരീരത്തിൽ, അത് താന്നാലും ഉയർന്നാലും പ്രശ്നമാണ്. BP, ബ്ലഡ് പ്രഷർ വേണം, അത് താന്നു പോയാലും കൂടിയാലും പ്രശ്നമാണ്. ഇതേപോലെ തന്നെയാണ് എല്ലാ വികാരങ്ങളും വേണം. അതിനെ വിവേകം കൊണ്ട് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയണേ, എപ്പോഴും കോമഡി കാര്യങ്ങൾ കേൾക്കുകയും പറയുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ സന്തോഷം എന്ന വികാരം അല്പം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു തമാശയില്ല, ഒരു സന്തോഷവും ഇല്ല, എപ്പോഴും ദുഃഖം മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ളവരിൽ അത് താന്നിരിക്കാനും സാധ്യത, അവിടെ വ്യക്തിത്വത്തിൽ വികലതകൾ വരും. അതുപോലെ തന്നെയാണ് ദുഃഖവും. എപ്പോഴും ദുഃഖിപ്പിക്കുന്നില്ല, സന്തോഷമില്ലാത്തൊരവസ്ഥ, ദുഃഖത്തെ ഏതെങ്കിലും ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി അതിനെ എപ്പോഴും താലോലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ദുഃഖം ഉണ്ടായി, അതിനെ വിവേകം കൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി, ദൈവത്തിന്റെ ഹിതത്തിന് അതിനെ വിട്ടുകൊടുത്ത് മോചനം നേടി പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം വിവേകത്തോടുകൂടെ. അതുപോലെ തന്നെയാണ് ഭയം എന്ന വികാരം. എപ്പോഴും എന്തിനേയും പേടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അത് നോർമലായിട്ട് നമ്മൾ മാറും, നമ്മുടെ മാനസിക നില തെറ്റും, യഥാർത്ഥ മനുഷ്യത്വത്തിന്റെ പക്വത കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞു പോയ നാളുകളിൽ നമ്മുടെ വൈകാരിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കുറവുകളും സുഖപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ വികാരങ്ങൾ ഉപയോഗിച്ച് ആരെങ്കിലും വേദനിപ്പിക്കാനോ, ആരോടെങ്കിലും ഒക്കെ മോശമായ രീതിയിൽ ഇടപെടാനോ, വേദനിപ്പിക്കാനോ എല്ലാം ഇടയായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മൾ മാപ്പ് ചോദിക്കണം കർത്താവിന്റെ സന്നിധിയിൽ. ഒപ്പം നമ്മുടെ മരണം വഴി വേർപെട്ടു പോയവരുടെ ജീവിതത്തിൽ ഇപ്രകാരം എന്തെങ്കിലും വൈകാരിക മുറിവുകളുടെ പേരിൽ, അല്ലെ വൈകാരികമായി മറ്റുള്ളവരെ മാനിക്കാതെയും സ്നേഹിക്കാതെയും ഒക്കെ ഇരുന്നതിന്റെ ഫലമായിട്ട്, പരിഗണിക്കാതെ ഫലമായിട്ട്, വിവേകം കൊണ്ട് വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ പോയതുകൊണ്ട് ഏതെങ്കിലും കടങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവെ അവരോട് കരുണയായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങൾ 25:28 നമ്മുടെ പ്രകാരം വായിക്കുന്നു, ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. ജീവിതം മുഴുവൻ തകർന്ന് തരിപ്പണമാകാൻ ആത്മനിയന്ത്രണം, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം തകർന്ന് തരിപ്പണമാകാൻ കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെ വികാരങ്ങളെ കർത്താവിന്റെ സന്നിധി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വികാരങ്ങളെ വേണ്ട രീതിയിൽ നിയന്ത്രിച്ച് ജീവിക്കുന്നവരാണ്, ആവശ്യത്തിന് ഈ വികാരങ്ങളെ ഉള്ളിൽ പക്വതയോടെ സൂക്ഷിക്കുന്നവരാണ് മാന്യരായ വ്യക്തികൾ എന്ന് വിളിക്കപ്പെടുന്നത്. അതേപോലെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാതെ ജീവിക്കുന്നതും യഥാർത്ഥ വ്യക്തിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് കർത്താവെ, എനിക്കങ്ങ് നൽകിയിരിക്കുന്ന എല്ലാ വികാരങ്ങളും അതിൻ്റെ പക്വതയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാൻ, അതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുവാൻ എനിക്ക് കൃപ തരണമേ. ഈശോയെ, ആ വികാരങ്ങളെല്ലാം വിശുദ്ധിയോട് സൂക്ഷിക്കുവാനുള്ള അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവെ നിറയണമേ, നിറയണമേ, നിറയണമേ. വികാരങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ. ആത്മാവിന്റെ ഫലമായ ആത്മനിയന്ത്രണം എൻ്റെ മേൽ വന്ന് നിറയട്ടെ. സമൂഹത്തിന്റെ മേൽ കാണുന്ന ഓരോരുത്തർ വ്യക്തികളുടെ മേൽ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേൽ വന്ന് നിറയട്ടെ. കർത്താവെ, വൈകാരിക മേഖലയിൽ ഏതെങ്കിലും മുറിവേറ്റിട്ടോ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയതിൻ്റെയോ കറകളോ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോയവരുടെ ആത്മാവിലുണ്ടെങ്കിൽ അവ കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും പാതകളുടെയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ ഞങ്ങൾ
നിന്ന് മരണം വഴി വേർപെട്ടു പോയവരെ ഓർത്ത് അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോ മിശിഹായുടെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എന്റെ ഭവനത്തിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചവരെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ, ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ, തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ.